കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർമാനായി LDF-ലെ വി രമേശൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സൗത്ത് സ്വദേശിയായ ഇദ്ദേഹം അതിയമ്പൂർ വാർഡിൽ നിന്നും വിജയിച്ച് ഇത് രണ്ടാം തവണയാണ് കാഞ്ഞങ്ങാട് നഗരഭരണത്തിന്റെ നായകനാകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വെള്ളിയാഴ്ച രാവിലെ പുതിയകോട്ടയിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് വി രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർമാനായത്. കൌൺസിലർ MV ജയൻ ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ മിനിമോൾ പിന്താങ്ങി. UDF-ൽ നിന്നും MP ജാഫറാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇദ്ദേഹത്തെ അനിൽ വാഴുന്നോറടി നിർദ്ദേശിച്ചു. അബ്ദുള്ള പിന്താങ്ങി. BJP കൌൺസിലർ ബൽരാജും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. ഇദ്ദേഹത്തെ HR സുകന്യയാണ് പിന്താങ്ങിയത്. വി രമേശന് 22ഉം MP ജാഫറിന് 21ഉം M ബൽരാജിന് 4 വോട്ടുകളും ലഭിച്ചു. ഇതിൽ കുറവ് വോട്ടുള്ള ആളെ ഒഴിവാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ നിന്നും BJP-യുടെ 4 അംഗങ്ങളും വിട്ടുനിന്നു. ഇതിലും വി രമേശന് 22ഉം ജാഫറിന് 21ഉം വോട്ടുകൾ ലഭിച്ചു. ഇതോടെയാണ് ഒരു വോട്ടിന്റെ പിൻബലത്തിൽ വി രമേശൻ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയത്. കാഞ്ഞങ്ങാട് സൗത്ത് സ്വദേശിയായ വി രമേശൻ ഇത് രണ്ടാം തവണയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നത്. 7ാം വാർഡായ അതിയാമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചാണ് ഇദ്ദേഹം രണ്ടാം വട്ടവും നഗരഭരണത്തിന്റെ നായകസ്ഥാനത്തേക്ക് എത്തിയതെന്നതും പ്രത്യേകതയാണ്. ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 15ാം വാർഡ് ആറങ്ങാടിയിലെ കൌൺസിലർ ലത വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ നിന്നും INL-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടി വിജയിച്ച് നഗരഭരണസമിതിയിലെത്തിയ ലതയ്ക്ക് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF-ലെ 22 വോട്ടുകളും ലഭിച്ചു. ഇതേ സ്ഥാനത്തേക്ക് UDF-ന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ K സുമതിക്ക് 21 വോട്ടുകളും BJP-യിലെ HR സുകന്യയ്ക്ക് 4 വോട്ടുകളും ലഭിച്ചു. നഗരഭരണത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതിന് പിന്നാലെ LDF ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും മുൻനിർത്തി നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ഇവിടെ നടന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നാട് അതീവ ഗൗരവമായ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നാം ഇവിടെ ഒത്തുകൂടുന്നത്. ഇന്ന് 4 ദിവസം കഴിഞ്ഞാൽ പുതുവർഷത്തെ വരവേൽക്കണം 2026. ഇന്നലെയാണ് ക്രിസ്മസ് കടന്നുപോയത്. എന്തായിരുന്നു നാടാകെ കേക്കുമായി മോടിയും കൂട്ടരും അരമനകൾ കയറി ഇറങ്ങുമ്പോ അനുയായികൾ മുഴുവൻ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുകയും ക്രിസ്തുമത വൈദികന്മാരെ ആക്രമിക്കുകയുമാണ് ചെയ്തത്. മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം, മലയാളികളുടെ ഒരു സംസ്കാരം, എല്ലാ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ പരസ്പരം സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന സന്തോഷ ദിവസങ്ങളായി മാറ്റുന്നതാണ് നമ്മുടെ അനുഭവം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.